ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം ചെയ്യിക്കുന്നു. അപ്പോൾ ഈ ഓണത്തിന് ഞാനൊരു ലുക്കിലാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പിക്ക് പട്ടുവടം ബ്ലൗസും തയ്ക്കാനായിട്ട് അമ്മയുടെ അലമാരി തപ്പി നോക്കിയപ്പോൾ കിട്ടിയാണ് കേട്ടോ ഈ ഒരു സാരിയും ഈ ഒരു നൈറ്റി തുണിയുടെ പീസും കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ച് നമുക്ക് ഓണക്കോടി സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അത് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കസവിൻ്റെ സാരിയും ഉണ്ട്, പാവാടയും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണത്തിന് ട്രെൻഡിങ് ആയിട്ട് വരുന്ന കലങ്കാരിയാണല്ലോ. അപ്പോൾ കലങ്കാരി കിട്ടിയില്ലെങ്കിലും ഈ ഒരു തുണി വെച്ചിട്ട് നമുക്ക് കലങ്കാരിക്ക് പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചാൽ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫുള്ള് സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലപോലെ ഞൊറിവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞൊറിവ് കൂടുതലെടുക്കാനായിട്ട് സാരി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ അരവണ്ണം മാത്രമാണ് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്തത്. ചേച്ചിയാണ് കേട്ടോ കട്ട് ചെയ്തൊക്കെ തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ചീത്തായി പോകണ്ടല്ലോ. അതുപോലെ ഓണക്കോടി എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ നല്ല ഭംഗി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചേച്ചിനെ കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ചേച്ചി മെഷർമെൻ്റൊക്കെ ഇടുന്ന നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പാവാട മാത്രം നമ്മൾ മെഷർമെൻറ്റ് എടുത്തില്ലെന്ന് വെച്ചാൽ നല്ല ഞെറിവ് വേണമല്ലോ. അപ്പോൾ ഞെറിവ് എവിടെ തീരുന്നു, അരവണ്ണത്തിൻ്റെ അവിടെ തീരുന്നു, അവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കഴുത്ത് സ്ക്വയർ കഴുത്താണ് വെട്ടിയെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്ലൗസിൻ്റെ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമൊക്കെ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ കട്ടിങ്ങൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ കട്ടിങ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അതുപോലെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിനെ കൊണ്ട് തന്നെ ചെയ്തെടുത്തു. വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്തെടുക്കുമ്പോഴും നമുക്ക് അളവിനുള്ളൊരു ബ്ലൗസ് പീസ് വെച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പ് വെച്ച് കൊടുത്തിട്ടോ അതിൽ കട്ട് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മെഷർമെൻ്റൊക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. സ്റ്റിച്ചിങ് തുടങ്ങിയപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ അവിടത്തെയാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് പീസ് നല്ല ഭാഗവും നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗം കൂടി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും നമുക്ക് സ്ക്വയർ കഴുത്തൊക്കെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ പീസൊന്നും വെച്ച് കൊടുക്കുകയോ ഷെമ്മിങ് ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ എക്സ്ട്രാ പീസൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടും അതുപോലെ തന്നെ നമ്മൾ കുത്തി നിർത്തിയൊക്കെ അടിക്കാൻ ശ്രമിക്കുക. കണ്ടോ, നല്ല ഭാഗം രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളത് തിരിച്ചിട്ട് കൊടുത്തിട്ട് സൈഡ് കഴുത്തിൻ്റെ അവിടെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് സിമ്പിളായിട്ട് തന്നെ കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പിന്നെയും പിന്നെ അടിച്ചെടുക്കാനായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റും ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പീസൊക്കെ വെച്ച് കൊടുത്ത് അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് അതുപോലെ തന്നെ ഷെമ്മിങ് ചെയ്തൊക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു പണിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത്. വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുത്തി നിർത്തി അടിക്കാനായിട്ട് ശ്രമിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ സ്ക്വയർ കഴുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്കാനും തീർച്ചയായിട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം കൂടെ എത്ര പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത്. എന്നിട്ട് നമ്മൾ ആ കൈയിൻ്റെ അവിടെയും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഞാൻ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ധൃതിക്ക് ഇങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ അത്ര അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൈനിങ് പീസൊക്കെ ഒത്തിരിയായിട്ട് കട്ട് ചെയ്തൊക്കെ കളയാറുണ്ട്. എന്നിട്ട് എക്സ്ട്രാ പീസൊക്കെ വെച്ച് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഒന്നും കാണില്ല. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് ഉള്ളിൽ ഭാഗമൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ടായിട്ടിരിക്കും. അതുപോലെ തന്നെ അത്ര ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല, എന്നാൽ രസം ഉണ്ടാവില്ല കാണാനായിട്ട്. പുറത്ത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ആകെമേ കാണാനായിട്ട് രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് മടക്കി പിടിച്ചിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കട്ട് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് ഇടുന്ന ടൈമിൽ നമുക്ക് എല്ലാവരും ശരീരത്തിന് ചിലപ്പോൾ വണ്ണം വെച്ചിരിക്കാം, ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കാം. പക്ഷെ നമ്മളിത് പിന്നീട് ഇട്ട് നോക്കുന്ന ടൈമിൽ നമ്മളിത്തിരി ശരീരത്തിൽ ഇത്തിരി വണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഡ്രസ്സ് പിന്നിയൊക്കെ പോകാൻ സാധ്യത, ഇത്തിരി ടൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നിപ്പൊക്കെ വരാതിരിക്കാനും ഡ്രസ്സ് അങ്ങനെ മോശമാവാതിരിക്കാനായിട്ടും യൂസ്ഫുൾ ആയിരിക്കുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ബെനിഫിറ്റ് നമുക്ക് കട്ട് ചെയ്യാതെ തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. എനിക്ക് അങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്. കൂട്ടർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്തു. പക്ഷേ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തെടുക്കാതെ തന്നെ നമ്മൾ ആ ഒരു എങ്ങനെ ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിലത്തെ കഴുത്താണ് കേട്ടോ. കാരണം നമ്മൾ ബാക്കിലത്തെ കഴുത്ത് കുത്തി നിർത്തി അടിച്ചപ്പോൾ ശരിയായിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുക, അത് നമ്മൾ അഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ. അപ്പോൾ നമുക്ക് ചെറിയ ടിപ്പൊക്കെയാണ്, കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക.
അപ്പോൾ അത് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കൈ ഉണ്ടല്ലോ, ഞൊറിവ് വന്നിട്ടുള്ളത്, ആ ഒരു ഞൊറിവ് കൈയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞാപ്പിക്കും അങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് എനിക്കും അങ്ങനെ തന്നെ വെച്ച് കൊടുക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും, അതുപോലെ തന്നെ ഒത്തിരി അളവോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കൈയിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളത് ഞെറിവിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായെന്ന് വെച്ചാൽ രാത്രിയാണല്ലോ, നട്ടപ്പാതിരൊക്കെയാണ് കേട്ടോ സ്റ്റിച്ചിങ്ങും പരിപാടിയൊക്കെ. എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ രാത്രിയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നു സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളതും. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തെടുക്കുമ്പോൾ അമ്മ കൂട്ടിനുണ്ടാവാറുണ്ട്, എപ്പോഴും അമ്മയാണ് കേട്ടോ കൂട്ടിരിക്കാറുള്ളത് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ. അപ്പോൾ ഞാൻ വേഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ മോട്ടർ കൂടി വെച്ചിട്ടുണ്ടായി വിഷയത്തിൽ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റുമായിരുന്നു. എന്നിട്ട് നമ്മുടെ പാവാടയുടെ പണിപ്പുരയിലേക്ക് കയറാണ്. അപ്പോൾ പാവാട സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ഞെറിവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞെറിവിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, താഴത്തോട്ടും അതേ ഞെറിവ് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ താഴത്ത് ഞെറിവ് പിടിക്കാനായിട്ട് എന്തായാലും അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഞെറിവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്യുമ്പോഴേ ഇങ്ങനെ നമ്മൾ താഴത്തോട്ട് ഒപ്പം ലെവലിൽ പിടിച്ചു കൊടുക്കുക, അപ്പോഴായിരിക്കും ആ ഒരു മേലിലുള്ള ഞെറിവും താഴത്തോട്ട് കിട്ടുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കും. ഓക്കെ, ബൈ, ടേക്ക് കെയർ ഓൾ.